അല്ല മുല്ലരാ, ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഇങ്ങനെ കുറെ ആയിട്ട് ഇപ്പൊ ചെയ്യണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെ വീഡിയോ ആണ് ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ കാണണ്ടേ. ഇപ്പൊ കണ്ടമാനം ആൾക്കാർ ഈ നെഗറ്റീവ് നല്ലോണം എഴുതി വിടും. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവണല്ലോ. എന്താ ഇപ്പൊ നിങ്ങളെ ഒരു മൂലരായതുകൊണ്ടാണോ കണ്ടമാനം നെഗറ്റീവ്? മൂല്യമാർക്ക് പണിയെടുക്കാൻ പാടില്ല. ജീവിതം എന്ന് പറഞ്ഞാല് പല സാഹചര്യങ്ങളോട് കടന്നു പോകേണ്ടി. ഒരു കാലത്ത് ഞാൻ പള്ളിക്ക് ദർശനത്തിലാണ്. ആ കൊറോണ വരുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദർശനം നടത്താനുണ്ട്. ദർശനം നടത്തിയതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടും. കിതാബിന് ബന്ധമുണ്ടോ അങ്ങനെയൊക്കെ. അങ്ങനെ കൊറോണ വന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങിയ പണിയതറിയാം, കംപ്രസർ പണിയില്ല. അതായത് എന്റെ സ്നേഹിതണ്ട് മുസ്തഫ, ഓനത്ത് ഞാൻ പോയിട്ട് പണിയുണ്ടാകും. എന്റെ കംപ്രസറിലെ പണിക്ക് പോയിട്ട് വെച്ച് നമുക്ക് കായ്ക്കുന്ന ഒരു ആവശ്യം പറഞ്ഞില്ലേ മോട്ടിയായിരുന്നു. നമുക്ക് പണി തരാൻ പറ്റിയെങ്കിൽ അത് മതിയായിരുന്നു. അങ്ങനെ നമുക്ക് പണിയൊന്നു. അങ്ങനെ കിണറ് കക്കൂസ് പൂയെ, പില്ലർ പൂയെ, ഫൗണ്ടേഷൻ വർക്ക് ഇതെല്ലാം ഇങ്ങനെ പോയി. ആ സമയത്ത് ഒരുപാട് മൂല്യന്മാർ പണിയില്ലാത്തവരുണ്ട്. എന്നോട് പല ആൾക്കാരും വിളിച്ചു ചോദിക്കും. അങ്ങനെ 14 മൂല്യന്മാർ, സക്കാഫികളുണ്ട്, അസനികളുണ്ട്, സൈദിമാരുണ്ട്, ബാക്കബിയുണ്ട്, അതുപോലെ തന്നെ വിരുദ്ധെടുക്കാത്ത മൂല്യന്മാരുണ്ട്. അങ്ങനെ 10-14 മൂല്യന്മാർ ഞങ്ങള് കംപ്രസറിൽ പണിക്കുപോയി. അങ്ങനെ ആ പണി ഇങ്ങനെ കമ്മിയായി വന്നു. പിന്നെ കൊറോണന്റെ ആദ്യമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ബൈക്ക് തിരിഞ്ഞ് നമുക്ക് പണി കമ്മിയായി. ആ സമയത്ത് പിന്നെ എന്ത് ചെയ്തു, ഇതിന് പണിക്കും ഇന്റർലോക്കിന് പണി. വല്ലാത്ത പണിയാണ് ചങ്ങയ. ഒരു വെയിലത്ത് ബിലാണ്ട് പിരിച്ചാൻ തുടങ്ങും. ബിലാണ്ട് ലെവലാക്കി ബിലാണ്ട് പിരിച്ചാൻ തുടങ്ങിയണ്ടല്ലോ. ഒരു കരാറെടുത്തേക്കരോ നമ്മളിതിങ്ങനെ പിടിച്ചാൽ താങ്ങാ കൊടുന്നേക്ക പോരി വരും. തലയുടെ പേരില് കൊടുക്കും, കജിന്റെ ഇവിടെ പോവും, വരന്റെ തലപ്പ് പോവും, പല യാതൊരു വല്ലാത്ത ആൾക്കാർ പറയുന്നേ. അതായത് മറ്റങ്ങളെ സംബന്ധിച്ചെടുക്കണം. ഒരു തണലും കൂടി ഉണ്ടാവല്ലോ. അത് കഴിഞ്ഞ് അങ്ങനെ അതില് പിന്നെ ഇങ്ങനെ പണി കമ്മിയായി. അതുകൊണ്ട് നമ്മൾ പണി അതുകൊണ്ട് നിർത്തിയല്ല, പണി കമ്മിയായി. അങ്ങനെയാണ് നമ്മൾ ഒന്നുപറമ്പില് കോയാക്കാന്റെ പച്ചക്കറി പീടിയാണ് എനിക്ക്. അവിടെ കുറെ കാലം നിന്ന് അത് ഐവിയിൽ വന്നപ്പോ അതും പോയി. അങ്ങനെ പിന്നെ വേറെ പച്ചക്കറി പിടി കയറി, ഹോൾസെയിൽ കടി കയറി. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മള് മദ്രാസിൽ പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് നമ്മ മീൻകടിയിൽ അബോക്കരാക്ക ഇങ്ങോട്ട് പോരാ വെച്ച് കിട്ടിയ ചാൻസിൽ ഇവിടെയും കയറി. ഏതായാലും നമ്മൾ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, അലാല ഏത് മാർഗം സ്വീകരിക്കാം. ആദ്യമായിട്ട് ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഉസ്താദ കൊറോണയാണ്, കുട്ടികളെ പോറ്റാന് പരിപാടിയൊന്നും ഇല്ല, ഞാൻ പണിക്ക് പോട്ടെ വെച്ചു. ഇത്ര കാലം ദർശനം നടത്തി നിങ്ങളിപ്പോ അതിന് പോകണമെന്ന് വെച്ചോട് എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചു ഉസ്താദിനോട്. ഞാൻ ഉസ്താദിനെ ഞാൻ ഹലാലാണോ ഹറാമാണോ എന്ന് ആലോചിച്ചു. എനിക്കത് ഉത്തരം കിട്ടി വെച്ചു. ഹലാല് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോ പോകണം പണിക്കാരന്. എന്റെ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ പണിക്കിറങ്ങി കുടുംബം പോറ്റാൻ. എന്റെ മക്ക് ആകെ ഒരു ആൺകുട്ടി ഞാൻ, എന്റെ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാണ്, എന്റെ കുട്ടിയാൾക്ക് ഞാൻ ബാപ്പയാണ്, എന്റെ പെങ്ങന്മാർക്ക് ആകളൊരു ആങ്ങളാണ്, എന്റെ അളിയന്മാർക്ക് ആകളൊരു അളിയനാണ്, എന്റെ പെങ്ങന്മാരുടെ കുട്ടിയാൾക്ക് ആകളൊരു അമ്മാനാണ്. ഈ വക തസ്തികകൾ കൈകാര്യം ചെയ്യണം. ഞാൻ പരിമിതമായ കാര്യമില്ല. ഇല്ല, ഇനി കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റിയാണ്. കച്ചവടവും കഴിഞ്ഞ് മുത്തുറസൂറുള്ളവന്ന് കെട്ടിനെ കച്ചവടമൊക്കെ നമ്മള് മുൻഗാമികളായ ആളുകളും റസൂലിനൊക്കെ കാണിച്ചതാണ്. എന്നാൽ റസൂൽ മീൻ കച്ചവടം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. സാണ്ട അപ്പൊ കച്ചവടമൊക്കെ ഹലാലായ മാർഗങ്ങളാണ്. നെയ്ച്ച് നീന്റെ പോർവേർത്തിനുള്ള